ഹൃദയകുമാരി ടീച്ചർ, ഈ അധ്യാപക വൃത്തിയിലേക്ക് വന്നത് അത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗമാണെന്ന് കരുതിയാണോ, മറ്റെന്തെങ്കിലും സാന്ദർഭികമായ കാരണങ്ങളാലാണോ? ഞാൻ മറ്റ് പ്രൊഫഷൻസിലൊന്നും പോകണമെന്ന് ഗൗരവമായിട്ട് ആലോചിച്ചിരുന്നില്ല. MA പാസ്സായപ്പോൾ വിമൻസ് കോളേജിൽ ഒഴിവുണ്ടായിരുന്നു, അപ്ലൈ ചെയ്തു, കിട്ടി. അധ്യാപികയാകാൻ ഇഷ്ടമായിരുന്നു, പക്ഷെ അത് തന്നെ ആയിരിക്കണം ജീവിത ലക്ഷ്യം എന്നൊന്നും അന്ന് വിചാരിച്ചിരുന്നില്ല. മറ്റെന്താണ് ആഗ്രഹിച്ചിരുന്നത്? അധ്യാപിക ആയില്ലായിരുന്നുവെങ്കിൽ മറ്റെന്താകണമെന്നായിരുന്നു മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു? എൻ്റെ കുട്ടിക്കാലം, വിദ്യാർത്ഥി ജീവിതകാലം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശം നിറഞ്ഞു നിന്ന കാലമാണ്. അച്ഛന് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ആ സ്വാധീനത്തിൽപ്പെട്ടതുകൊണ്ടാകാം, കുറച്ചൊക്കെ വലിയ നേതാക്കന്മാരെ പറ്റി വായിക്കുന്നത് കൊണ്ട് കിട്ടുന്നതായ ചില ആദർശങ്ങളോ ആവേശങ്ങളോ, അങ്ങനെയൊക്കെ പബ്ലിക് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ വിഭജനവും ഗാന്ധിജിയുടെ മരണമൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സ് മടുത്തു. അങ്ങനെ എടുത്തു ചാടണമെന്നൊന്നും പിന്നെ തോന്നിയില്ല. പിന്നെ അധ്യാപികയാകുക എന്നുള്ളത് എപ്പോഴും ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മ വിമൻസ് കോളേജിൽ അധ്യാപിക ആയിരുന്നു. എനിക്കങ്ങനെ കുട്ടിക്കാലത്തെ വിമൻസ് കോളേജുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യവശാലാണ് അവിടെ ഒഴിവ് വന്നതും എനിക്ക് നിയമനം കിട്ടിയതും. അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സജീവമായി കൊണ്ടുപോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞാനന്ന് തീരെ കൊച്ചായിരുന്നല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എനിക്ക് 17 വയസ്സാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സജീവമായിട്ട് പങ്കെടുക്കാനുള്ള പ്രായമല്ല. മാത്രമല്ല, ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് ഡിസ്ട്രാക്ഷൻസ് എത്രയൊക്കെ ആവശ്യങ്ങളും ഒക്കെ വന്നാലും പ്രധാനപ്പെട്ട താല്പര്യം പഠനം തന്നെയായിരുന്നു. അപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്നേഹിതന്മാർ ഒരുപാട് പേര് ഈ പ്രസ്ഥാനത്തിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അതിനോടുള്ള അനുഭാവം, താല്പര്യം, അത് കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രദ്ധ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് എടുത്ത് ചാടുക എന്ന് പറയുന്നത് അന്ന് കുട്ടികൾ ചെയ്യുന്ന പോലെ ചെറിയ തോതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലിറ്ററേച്ചർ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഈ കുട്ടികളുടെ പ്രധാന പണി. ആ പ്രായത്തിൽ 16-17 വയസ്സിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ചും കൂടുതലൊന്നും ചെയ്യുന്നവരും ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് വിദ്യാഭ്യാസത്തിന് ശേഷം തോന്നിയില്ല? ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് പ്രധാന കാരണം. സജീവ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ തീരെ കുട്ടിയായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നി, എനിക്ക് മനസ്സിലാക്കാനോ എനിക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാനോ കഴിയുന്നതായിട്ടുള്ള ഫോഴ്സസ് അല്ല അവിടെ പെരുമാറുന്നതെന്ന്. സ്വല്പം ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ അങ്ങനെ അഹങ്കരിക്കില്ലെങ്കിലും അന്നൊരല്പം ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ദാറ്റ് ഈസ്, ദ ഫോഴ്സസ് ആർ ടു മച്ച്, ദ കൺഫ്യൂഷൻ ഈസ് ബിയോണ്ട് കൺട്രോൾ എന്ന് അന്ന് പോലും തോന്നി. മാത്രമല്ല, ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു എന്നുള്ളത് ശരിക്കൊരു ഒരടി തന്നെയായിരുന്നു. അപ്പോൾ അവനവൻ്റെ ജോലി ശരിയായിട്ട് ചെയ്യുക എന്നുള്ളതും ഒരു രാജ്യസേവനമാണ്. തൽക്കാലം അത് മതിയെന്ന് തോന്നി. അധ്യാപക വൃത്തി ടീച്ചർക്ക് പൂർണ്ണ സംതൃപ്തി നൽകിയിട്ടുണ്ടോ? ഒരർത്ഥത്തിൽ തന്നെ. എന്താണ് ഒരു പക്ഷേ എന്നുള്ള രീതിയിൽ ഒരർത്ഥം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അത് എൻ്റെ സബ്ജക്റ്റിനോട് എനിക്കുള്ള താല്പര്യം, അത് പഠിക്കാൻ എനിക്ക് കിട്ടിയതായ സാഹചര്യങ്ങൾ, നല്ല കുട്ടികൾ, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എപ്പോഴും ക്ലാസ്സിലുണ്ടായിരുന്നത്, എന്നെക്കാളും സബ്ജക്റ്റ് അറിയാവുന്നവരുമായിട്ട് കൂടുതൽ പെർസ്പെക്റ്റീവ്സ് ഉള്ള ആളുകളുമായിട്ടുള്ള പരിചയം, അവരുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിന് നേടിയെടുക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് തൃപ്തി തന്നത്. ഈ പക്ഷേ എന്നൊരു സ്വരം വരാൻ കാരണം കോളേജസിൻ്റെ, ഞാൻ ഏറ്റവും സ്നേഹിച്ചതും ബഹുമാനിച്ചതുമായ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെയും മറ്റു കോളേജസിൻ്റെയും ശരിക്കുള്ള ഡിക്ലൈനാണ് ഞാൻ കണ്ടത്. ആ ഡിക്ലൈനെ ഒന്ന് പിടിച്ചു നിർത്തത്തക്കതായ ഒരൊറ്റ ഫോഴ്സ് ഈ രാജ്യത്ത് പ്രവർത്തിച്ചില്ല. അങ്ങനെ വരുമ്പോൾ നിസ്സഹായമായിട്ട് നോക്കി നിൽക്കുക, വളരെ ഫലമില്ലാത്ത രീതിയിൽ നമ്മുടെ സങ്കടമോ നമ്മുടെ പ്രതിഷേധമോ എക്സ്പ്രസ് ചെയ്യുക, ഇത് കവിഞ്ഞിട്ടൊന്നും സാധിച്ചിട്ടില്ല. അല്ല, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെയും മറ്റും പഴയ മഹത്വത്തിലേക്കുള്ളൊരു മടക്കയാത്ര കേരളത്തിൽ സംഭവിക്കുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു? സംഭവിക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷേ രാഷ്ട്രീയമായ ഇച്ഛാശക്തി എന്ന് പറയുന്നത് പ്രവർത്തിക്കണം. രാഷ്ട്രീയമായ ഇച്ഛാശക്തി പ്രവർത്തിക്കാത്തിടത്തോളം കാലം സ്ഥാപനങ്ങൾ കൺഫ്യൂഷൻ്റെ ഇരിപ്പിടമായിരിക്കും. അതാണ് ഇന്ന് കാണുന്നത്. രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഇല്ല. വിദ്യാഭ്യാസം രാഷ്ട്രീയക്കാരുടെ പ്രയോറിറ്റീസിൽ വരുന്നുമില്ല.
അതിൽ രാഷ്ട്രീയക്കാരുടെ ഇച്ഛാശക്തി ഇല്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അധ്യാപക സമൂഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയില്ലായ്മയും ഒരു ഘടകമാണ് എന്ന് ടീച്ചർ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതെന്താണ് നിങ്ങളുടെ തലമുറയും ഇപ്പോഴുള്ള പുതിയ തലമുറയും തമ്മിൽ ടീച്ചർ കാണുന്ന അധ്യാപക സമൂഹത്തിലെ വ്യത്യാസം? എൻ്റെ തലമുറയെപ്പറ്റി എനിക്ക് അത്ര വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയാനൊന്നുമില്ല. പക്ഷെ എന്നെ പഠിപ്പിച്ച അധ്യാപകരെ പറ്റി പറയാനുണ്ട്. അവരിൽ ഒരുപാട് പേർക്ക് അവരുടെ അധ്യാപക വൃത്തിയോട് പൂർണ്ണമായൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അവരുടെ വിദ്യാർത്ഥികളോട് അവർക്ക് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ സബ്ജക്റ്റിനോട് അങ്ങേയറ്റത്തെ ബഹുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 പേര് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് രക്ഷപ്പെടും. പക്ഷെ അത് കഴിഞ്ഞ് വന്ന എൻ്റെ തലമുറയ്ക്ക് അത് പോരാ. പിന്നീട് വന്നവർക്ക് കൂടുതൽ കരിയർ മൈൻഡഡായി, കൂടുതൽ പൊളിറ്റിക്കൽ മൈൻഡഡായി. പഠിപ്പിച്ചില്ലെങ്കിലും ഉദ്യോഗസ്ഥയായിട്ടിരിക്കാം, ശമ്പളം വാങ്ങിക്കാം, സമൂഹത്തിൽ റെസ്പെക്റ്റബിലിറ്റി ഉണ്ടായിരിക്കും, ഈ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും, കൊടുക്കേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ട് പിടിച്ചു വാങ്ങിക്കാൻ ആരുമില്ല. വലിയ പ്രതിസന്ധികളെ വല്ലതും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? സുപ്രധാനമായ സംഭവങ്ങൾ, ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറാവുന്ന സംഭവങ്ങൾ, അങ്ങനെ ഏതെങ്കിലും പ്രതിസന്ധികൾ നേരിടേണ്ടി? അങ്ങനെ പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ മനസ്സിന് വിഷമം തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ട്രൈക്ക് വരുന്നു, പ്രിൻസിപ്പൽ കോളേജ് അടച്ചിരുന്നു, അതിൻ്റെ പുറകെ കളക്ടറേറ്റ് ഡിക്ലറേഷൻ വരുന്നു, 1 മാസത്തേക്ക് അടച്ചിട്ടു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നുന്നതായിട്ടുള്ള ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടല്ലോ. നമുക്ക് MA ക്ലാസ്സിൽ പേപ്പർ തീർത്ത് കൊടുക്കാനുണ്ട്, നമ്മൾ നന്നായിട്ടത് പഠിച്ച് തയ്യാറാകുകയാണ്. പക്ഷെ കുട്ടികൾ അവൈലബിൾ അല്ല. അവരുടെ കുറ്റം കൊണ്ടല്ല, MA സ്റ്റുഡൻസ് അല്ല ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ആരെങ്കിലുമൊക്കെ കോളേജിൽ സമരം ഉണ്ടാക്കുമ്പോൾ ഈ കോളേജ് എത്ര പ്രാവശ്യമാണ് അടച്ചിട്ടുള്ളത്? ഒരു ക്ലാസ് എടുക്കാതെ എത്ര മാസം ശമ്പളം വാങ്ങിച്ചിട്ടുണ്ട്? ഇതിനൊന്നും ഞാൻ പ്രതിസന്ധി എന്ന് പറയില്ല. പാർട്ട് ഓഫ് എ വെരി സാഡ് ട്രാജിക് പിക്ചർ. ഒരു ഇന്നർ വീക്ക്നെസ് കൊണ്ടാണോ ഇങ്ങനെ ഒരു വീഴ്ചയായി സംഭവിച്ചത്? അല്ലെങ്കിൽ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നു എന്ന് ഒരു അനായാസം ഇതിനെ കാണാൻ കഴിയാതെ അതൊരു വലിയ ദുഃഖമായി മനസ്സിൽ പേർന്നതിന് കാരണം? അങ്ങനെ അനായാസമായിട്ട് കാണാനുള്ള ഒരു നിസ്സംഗത എനിക്കുണ്ടായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ എനിക്ക് വളരെയധികം ധാർമ്മിക രോഷവും സങ്കടവും ഉണ്ടാക്കിയിട്ടുണ്ട്. അർത്ഥമില്ലാത്ത സമരങ്ങളും അധ്യാപകരുടെ അലസതയും ഗവൺമെൻറ്റിൻ്റെ മിസ്മാനേജ്മെൻറ്റും, ഗവൺമെൻറ്റാണല്ലോ ഞങ്ങളുടെ മാനേജർ, ഗവൺമെൻറ് കോളേജസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മിസ്മാനേജ്മെൻറ്റ്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉള്ള ആ സിറ്റുവേഷൻ, അതിൽ നിന്ന് ഈ കോളേജസിനെയും കുട്ടികളെയും വരും തലമുറയെ ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഒരു പോസിറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്യാൻ ഒക്കെയില്ല. ഇതിനെപ്പറ്റി സങ്കടമോ ഇതിനെപ്പറ്റി ഇത് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള അധ്യാപകർ അവരുടെ അഭിപ്രായങ്ങൾ പറയും, ഞങ്ങളെ ലേഖനങ്ങൾ എഴുതും, ചിലപ്പോൾ പ്രസംഗിക്കും, ചിലപ്പോൾ കുട്ടികളോട് സംസാരിക്കും. അല്ലാതെ ഒരു ഓർഗനൈസ്ഡ് ഇഫേർട്ട് അധ്യാപക സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല, പബ്ലിക്കിൽ നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നിസ്സഹായത തോന്നി. അത് അത്രയ്ക്കൊക്കെയുള്ള നിസ്സംഗതയേ ഉള്ളൂ. അല്ല, ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എങ്കിലും അവർക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയോ മറ്റേതെങ്കിലും ഒരു ശക്തിയെ ആശ്രയിക്കണമെന്നോ ടീച്ചർക്ക്? സത്യം പറയാമല്ലോ, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വളരെ പ്രയാസങ്ങളുള്ള ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന സാന്ത്വനമോ ഉപദേശമോ ഒന്നും പോരാൻ തോന്നുമ്പോൾ ദൈവമേ ഇവരെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാതെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ച് ഞാൻ ശ്രീ പത്മനാഭനോട് വാസ്തവത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല.